ഹായ് ഗായ്സ്, ബിഗ് ബോസ് മലയാളം സീസൺ 7 സെക്കൻഡ് വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇന്നലെ രാത്രിയോടെ ഹോട്ട്സ്റ്റാറിൽ അവസാനിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ഫൈനൽ വോട്ടിംഗ് റിസൾട്ടാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിൽ ഇത്തവണ 11 മത്സരാർത്ഥികളാണ് നോമിനേഷൻ ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വാശിയേറിയ വോട്ടിംഗ് പോരാട്ടമാണ് നടന്നത്. എന്തായാലും ഇന്ന് ലാലേട്ടൻ്റെ ഷൂട്ട് കഴിയുമ്പോൾ ആരാണ് പുറത്തായെന്ന് വ്യക്തമായ വിവരം ലഭിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏതായാലും ഫൈനൽ വോട്ടിംഗ് റിസൾട്ടിൽ 1ാം പൊസിഷൻ ഷാനവാസാണ് തുടരുന്നത്. ഷാനവാസ് വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. 1ാം പൊസിഷനിൽ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിലും പിന്നിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ 13,657 വോട്ട് നേടി വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 1ാം പൊസിഷനിലാണ്. 2ാം പൊസിഷനിൽ അനിമോളാണ് ഉള്ളത്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അനിമോളിന് 10,678 എന്ന കൂറ്റൻ വോട്ടാണ് നേടിയത്. തുടക്കത്തിൽ 1ാം പൊസിഷനിലാണെങ്കിലും പിന്നീട് 2ാം പൊസിഷനിൽ വന്നു. ഇപ്പോൾ 2ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 3ാം പൊസിഷനിൽ ജിസേലാണുള്ളത്. ജിസേൽ തുടക്കത്തിലെ നല്ലൊരു മുന്നേറ്റം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 10,589 വോട്ട് നേടി 3ാം പൊസിഷനിലാണുള്ളത്. 4ാം പൊസിഷനിൽ ആര്യൻ ഖത്രിയാണ്. ആര്യൻ ഖത്രിയ വോട്ടിങ്ങിൻ്റെ തുടക്കത്തിലൊന്ന് പിന്നിലായിരുന്നെങ്കിലും പിന്നെ 4ാം പൊസിഷനിൽ വന്നു. ഇപ്പോൾ 9,109 വോട്ട് നേടി വോട്ടിംഗ് അവസാനിച്ചപ്പോൾ 4ാം പൊസിഷനാണുള്ളത്. 5ാം പൊസിഷനിൽ നൂറ ആദില സഖ്യമാണ്. 8,321 വോട്ടിൻ്റെ ബലത്തിൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 5ാം പൊസിഷനിലാണ് നിലനിന്നിരുന്നത്. 6ാം പൊസിഷനിൽ നെവിനാണ് ഉണ്ടായിരുന്നത്. നെവിൻ ബാക്കിലായിരുന്നു. എന്നാൽ വോട്ടിങ്ങിൻ്റെ മധ്യത്തിൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി 8,216 വോട്ടിൻ്റെ ബലത്തിൽ 6ാം പൊസിഷനിലാണ് അവസാനിക്കുമ്പോൾ നിൽക്കുന്നത്. 7ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു പ്രകടനം നടത്തിയ ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ വോട്ടിംഗ് കുറഞ്ഞ് 7ാം പൊസിഷനിൽ വന്ന് നിൽക്കേണ്ടി വന്നു. ഇപ്പോൾ 8,189 വോട്ട് നേടി 7ാം പൊസിഷനാണുള്ളത്. 8ാം പൊസിഷനിൽ അക്ബർ ഖാനാണ് ഉള്ളത്. വോട്ടിങ്ങിൻ്റെ തുടക്കത്തിൽ നല്ലൊരു മുന്നേറ്റം നടത്തിയെങ്കിലും പിന്നീട് പിന്നിലേക്ക് വന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ 7,988 വോട്ട് നേടി 8ാം പൊസിഷനാണുള്ളത്. 9ാം പൊസിഷനിൽ ഡേഞ്ചർ പൊസിഷനിൽ അപ്പാനി ശരത്താണുള്ളത്. അപ്പാനി ശരത്ത് ഇത്തവണ പുറത്തു പോകാൻ ഏറ്റവും ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥികൾ ഒരാൾ കൂടിയാണ്. 7,800 വോട്ട് നേടി 9ാം പൊസിഷനിലാണുള്ളത്. 10ാം പൊസിഷനിൽ ഇത്തവണ ഡബിൾ എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്തു പോകുന്നത് ശൈത്യ സന്തോഷമായിരിക്കും. കാരണം വോട്ടിംഗ് വളരെ കുറവാണ്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 6,877 വോട്ട് നേടി 10ാം പൊസിഷനായ ഡേഞ്ചർ സോണിലാണുള്ളത്. 11ാം പൊസിഷനിൽ RJ ബെൻസിയാണ്. സിംഗിൾ എവിക്ഷൻ ആണെങ്കിൽ RJ ബെൻസി ആയിരിക്കും പോകുന്നത്. വോട്ടിംഗ് അവസാനിക്കുമ്പോൾ 6,807 വോട്ട് നേടി 11ാം പൊസിഷനാണ് ഉള്ളത്.